നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കെന്തോ ആകെ ഒരു സന്തോഷക്കുറവ് ആദ്യേട്ടാ. അതിന്റെ കാരണം എനിക്കറിയാം. അഖിലിനെ ശ്യാമയും വിളിക്കാത്തോണ്ടല്ലേ. എന്റെ ആദ്യേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്ക്, കുടുംബത്തെ ചതിക്കാൻ നോക്കിയവരെ അടുപ്പിക്കരുതെന്ന്. അമ്മേ, എന്താ മോളെ? അമ്മേ അത് അമ്മേ, ഞാൻ പറയാം. അമ്മയെ നമ്മുടെ കുടുംബത്തിനെയും ചതിക്കാൻ നോക്കുന്ന അവളെ ഇന്നത്തെ ചടങ്ങിന് നമ്മൾ ചെന്ന് ക്ഷണിക്കണമെന്ന്. ആ രീതിയിലങ്ങ് വലുതാക്കണ്ട ഐശ്വര്യ. അഖിലും ശ്യാമയും കൂടി ചടങ്ങിനുണ്ടായ കൊള്ളാമെന്ന് അമൃതയ്ക്ക് തോന്നി. അമൃത അത് ഇന്നലെ മുതൽ എന്നോട് പറയുന്നുണ്ട്. അമ്മയുടെ അഭിപ്രായ പ്രധാനമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ഈ ചടങ്ങ് നടക്കണമെന്ന് അമൃതയ്ക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ, അതെന്ത് ചോദ്യം അമ്മേ? അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളല്ലേ നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പൂരയ്ക്ക് ദോഷമാണെങ്കിൽ വെട്ടിക്കളയണം, അത്ര തന്നെ. എങ്ങനെയുണ്ട്? നല്ല വില കൂടിയ സാരി തന്നെയാ, ബനാറസ് പട്ടുസാരി. ബനാറസ് സാരികളോട് അമ്മയ്ക്ക് ഇഷ്ടം കൂടുതലാണല്ലോ. പക്ഷേ നീ ഇതെങ്ങനെ വാങ്ങി? എവിടുന്നാ പണം കിട്ടിയേ? ആരോടെങ്കിലും കടം വാങ്ങിയോ? അതെങ്ങനെയോ ആയിക്കോട്ടെ, സാറിന് ഇഷ്ടപ്പെട്ടോ അത് പറ. പിന്നെ ഇഷ്ടപ്പെടാതെ? ആദ്യേട്ടനും അരുണേട്ടനും ഒക്കെ നല്ല സമ്മാനങ്ങളായിരിക്കും കൊടുക്കുക. അപ്പോ അഖിൽ സാർ വിഷമിച്ചു പോരുതെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. സാറിന്റെ സമ്മാനം ഒട്ടും കുറഞ്ഞു പോരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ശമേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇത് വാങ്ങാനുള്ള കാശ് എവിടുന്ന് കിട്ടി? സാറ് ഇടയ്ക്ക് തരാറുള്ള പോക്കറ്റ് മണി ഇല്ലേ, അത് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നു. ശമ്പളം ഇല്ലെങ്കിലും മാസം തോറും കിട്ടുന്ന ചെറിയ പൈസ ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നു. എന്റെ വീട്ടിൽ അച്ഛൻ എങ്ങനെയാ, ഒരു അടിയന്തരാവശ്യം മുൻകൂട്ടി കാണും. അതിനുവേണ്ടി കുറച്ചു പൈസ ഒക്കെ കരുതി വെക്കും. എനിക്കുറപ്പായി നമ്മൾ ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കും. തന്നെ പോലെ ഒരാളെ കൂടെയുള്ളപ്പോ എന്ത് ചെയ്യാൻ ധൈര്യം കിട്ടും? സാറാ എന്റെ ധൈര്യം. പക്ഷെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. പറഞ്ഞില്ലേ സാറേ, നമ്മുടെ അമ്മയുടെ പിറന്നാളല്ലേ, അതിന് നമ്മളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും സമയമാകുമ്പോ നമ്മളെ വിളിക്കും, തീർച്ച. സത്യം പറഞ്ഞ ഇത്രയും നല്ലൊരു ബർത്ത്ഡേ ജീവിതത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല, അല്ലേ അന്തേട്ടാ? ആർക്കാ ഞാൻ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് തരണ്ടേ? അമ്മയുടെ ഈ മരുമകളാ ഈ ഒരുക്കങ്ങളുടെ ഒക്കെ പിന്നില്. ആഹാ, ആണോ? എങ്കി ഈ മരുമകൾക്ക്, അല്ല
മകൾക്ക് അമ്മ ഒരു സമ്മാനം തരുന്നുണ്ട്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് തരും. താങ്ക് യു. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാം. അമ്മേ, ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഞാൻ നിർബന്ധിക്കല്ല. അഖിലിനെയും ശ്യാമയും പറയാനുള്ളത് ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു. അഖിക്ക് വരാം, പക്ഷെ ശ്യാമയ്ക്ക് വരാൻ പറ്റില്ല. ശ്യാമയെ വിട്ട് അഖി വരില്ലമ്മേ. എങ്കി വേണ്ട, നമുക്ക് ചടങ്ങ് തുടങ്ങാം. ആദ്യേട്ടാ, അമ്മയെ ഇത്രയും ആക്ഷേപിച്ചവരെ തന്നെ വിളിച്ച ആളാക്കണം അല്ലേ? കേക്ക് കട്ട് ചെയ്യാം. അമൃതെടുത്തി, അമ്മയുടെ ഗിഫ്റ്റ് ആദ്യം കൊടുക്കാം, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. അമ്മയ്ക്ക് എന്റെ വക ഒരു ചെറിയ സമ്മാനം. ആനന്ദേട്ടാ, ദേ നോക്കി, എന്റെ മൂത്ത മരുമകൾ എനിക്ക് തന്ന സമ്മാനം. നന്നായിട്ടുണ്ട് മോളെ. ഒരമ്മയുടെ ഭാഗ്യം. മക്കളും മരുമക്കളും ജന്മദിനം ഓർത്തു വയ്ക്കുക, അത് ആഘോഷിക്കുക, സമ്മാനങ്ങൾ തരിക. ചില മരുമക്കളുണ്ട് അമ്മായിയമ്മയുടെ ജന്മദിനം പോയിട്ട് അമ്മായിയമ്മയെ പോലും ഓർക്കാറില്ല. അടുത്തത് എന്റെ സമ്മാനം അമ്മ. എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ അമ്മ. അമ്മയുടെ സ്നേഹവും ഉപദേശമൊക്കെ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നറിയോ? അമ്മയുടെ ഓരോ വാക്കും അനുസരിക്കുന്നതാ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച ഞാൻ കരഞ്ഞു പോവും. ജീവിതാവസാനം വരെ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കല്ലേന്ന് എന്റെ പ്രാർത്ഥന. ദേ നോക്കി, അടുത്ത സമ്മാനം. അമ്മയ്ക്ക് ഇഷ്ടായി മോളെ. എനിക്ക് കിട്ടിയ 2 നിധികളായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.